കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന്റെ ഞെട്ടൽ കേരളത്തിന് മാറുന്നില്ല. ദുഃഖവും രോഷവും തീരുന്നില്ല. മേൽക്കൂരയ്ക്ക് മുകളിലൂടെ വൈദ്യുത ലൈൻ കടന്നുപോകുന്നത് കണ്ടിട്ടും 2 മാസം മുമ്പാണ് സ്കൂളിന് അനുകൂലമായി ഫിറ്റ്നസ് റിപ്പോർട്ട് ലഭിച്ചത്. വൈദ്യുതി വകുപ്പിനെ ഇക്കാര്യം അറിയിക്കാൻ സ്കൂൾ അധികൃതരും മാനേജ്മെന്റും ഇക്കാലം അത്രയും ശ്രദ്ധിച്ചുമില്ല. മിഥുന്റെ മരണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറയുന്നു. കുറ്റക്കാരായാലും കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സ്കൂൾ അധികൃതർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും മന്ത്രി രാവിലെ പറഞ്ഞിരുന്നു. ഗവൺമെന്റ് കുട്ടിയോടൊപ്പമാണ്, നമ്മുടെ മകനോടൊപ്പമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഷോക്കേറ്റ് മരിച്ച മിഥുനെ മന്ത്രി ജെ ചിഞ്ചുറാണി കുറ്റവാളിയാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിയെയും അവരുടെ നാവിനെയും മുഖ്യമന്ത്രി നിയന്ത്രിക്കണം. മനുഷ്യനെ പ്രയാസപ്പെടുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കരുത് എന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. KSEBിക്ക് ഉത്തരവാദിത്വമുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് കൊടുത്തത്? ലൈൻ തൊട്ട് മുകളിൽ കൂടി പോകുന്നൊരു കെട്ടിടത്തിന് എങ്ങനെ ക്ലിയറൻസ് കൊടുത്തു? എങ്ങനെയാണ് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് ഈ കൊച്ചു മോളിൽ കയറി എന്നല്ല. ഇതാണ് ഈ മന്ത്രിമാർ. നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇവരാണ് ഓരോ മരണവും ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സത്യത്തിൽ ഇത് ഭാവിയിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷ ഓഡിറ്റ് വേണ്ട. നാക്കുപിഴയിൽ ഖേദം പ്രകടിപ്പിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി. ഇന്ന് പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് അവർ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ മാറിപ്പോയതാണെന്നും മന്ത്രി ഇതോട് പ്രതികരിച്ചു. അങ്ങനെ പറയരുതായിരുന്നു, പക്ഷെ കുഞ്ഞതിൻ്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഞാൻ ഇതിൻ്റെ കുടുംബത്തിനോട് ഇപ്പോൾ സഹകരിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. വൈദ്യുതി മന്ത്രിയുടെ പാലക്കാട്ടെ ഓഫീസിലേക്കും തേവലക്കര സ്കൂളിലേക്കും വിവിധ രാഷ്ട്രീയ വിഭജന സംഘടനകൾ ഇന്നും പ്രതിഷേധവുമായി എത്തി. മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് പരിശോധിച്ചിട്ട് വരാം. പ്രധാന അധ്യാപികയ്ക്ക് ഇന്ന് സസ്പെൻഷൻ ഉണ്ടായി. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക എസ് സുജയ്ക്ക് സസ്പെൻഷൻ ഇന്നാണ് ഓർഡർ വന്നത്. നടപടിയെടുത്തത് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജറാണ് എന്ന് പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ചയുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടും ഇന്ന് വന്നു. സ്കൂളിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന കണ്ടെത്തൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. സ്കൂൾ സന്ദർശിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും ഈ അഭിപ്രായം പങ്കുവച്ചു. സ്കൂൾ അധികൃതരെ രൂക്ഷമായി വിമർശിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ ചെയ്തത്. കൊല്ലം AEO ആന്റണി പീറ്ററിനോട് വിശദീകരണം തേടുകയും ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും എന്ന വിവരമുണ്ട്. 3 ദിവസത്തിനകം സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിന് മറുപടി നൽകണം. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ PTA പുനഃസംഘടിപ്പിക്കാനും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. മിഥുൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ KSEB കൈമാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ സഹായധനമായി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. മിഥുൻ്റെ സഹോദരന് 12ാം ക്ലാസ് വരെ ഫീസ് ഒഴിവാക്കി ഉത്തരവിറക്കും. മിഥുൻ്റെ കുടുംബത്തിന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന വീട് നിർമ്മിച്ച് നൽകും എന്നത് വാർത്തയായിട്ടുണ്ട്. മിഥുൻ്റെ സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 10-ന് മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് പൊതുദർശനം. അങ്ങേയറ്റം ദുഃഖകരമാണ്. നമ്മൾ ഇന്നലെ കാര്യങ്ങൾ നമ്മൾ മാത്രമല്ല കേരളം മുഴുവൻ, ഒരുപക്ഷെ കേരളത്തിന് പുറത്തും ആളുകൾ സംസാരിച്ചാണ്. ഇതിലൊരു കാര്യമുള്ളത്, നാളെ വൈകിട്ട് മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരി വന്നിറങ്ങും. 3 മാസം മുമ്പാണ് അവർ വിദേശത്ത് വീട്ടുജോലിക്കായിട്ട് പോയത്. അവിടെ നിന്ന് അവർ തുർക്കിയിലായിരുന്നു. ആ കുടുംബത്തിനൊപ്പം കുടുംബം അവരെ കൊണ്ടുപോയി അവിടുത്തെ ജോലികൾക്ക് വേണ്ടിയിട്ട്. തുർക്കിയിൽ നിന്നാണ് വിവരം അറിയിച്ചത്. വീഡിയോ കോളിലൂടെയാണ് അറിയിച്ചത്. അവർ വിവരം അറിഞ്ഞ് തിരിച്ചു വരികയാണ്. നാളെ ഇവിടെ എത്തും. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് കണ്ടതിനേക്കാൾ വൈകാരികമായിട്ട് നമ്മൾ ഉലയ്ക്കാൻ പോകുന്ന ദൃശ്യങ്ങളായിരിക്കും അവിടെ നിന്ന് വരിക എന്ന് തോന്നുന്നു. അങ്ങേറ്റം ആലോചിക്കുമ്പോൾ തന്നെ വലിയ കഷ്ടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്താണെന്ന് പറയാം. തീർച്ചയായും നമ്മളിത് സത്യത്തിൽ ഇതെല്ലാം ആളുകളെ ഇങ്ങനെ കാണിക്കണമെന്ന് ആഗ്രഹിച്ച് കാണിക്കുന്നതല്ല. പക്ഷേ വലിയൊരു ദുരന്തമുണ്ടായി. തീർച്ചയായും അത് ഈ സംവിധാനങ്ങളുടെ എല്ലാം പാളിച്ച കൊണ്ടോ തകർച്ച കൊണ്ടോ ഒക്കെ ഉണ്ടായ വലിയൊരു ദുരന്തമാണ് ഒരു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത്.
ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണല്ലോ അത് നമ്മൾ ഇതുപോലെ വലിയൊരു വാർത്തയാകുന്നത്. സത്യം പറഞ്ഞ സനീഷ്, ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ആ വാർത്ത നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഫ്രെയിമിലേക്ക് നോക്കിയിട്ടില്ല, പക്ഷെ അത് വാർത്തയായി ആളുകളെ അറിയിക്കാതിരിക്കാനും വയ്യ. അങ്ങനത്തെ ഒരു വാർത്തയാണ് ഇത്. അങ്ങനെ എല്ലാവരും ആ ദുരന്തം കാണാൻ കാത്തിരിക്കുകയല്ലല്ലോ, ആ ദുരന്തത്തിൽ പങ്കുചേരുകയോ സങ്കടപ്പെടുകയോ ഒക്കെയാണ്. അതുതന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു കാര്യത്തിൽ നേരിട്ട് ഇപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് സർക്കാരിനെയോ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെയോ ഒക്കെ കുറ്റം പറയുന്നത്? ഇത് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. സ്വാഭാവികമായും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം മന്ത്രി അല്ല എല്ലാ സ്കൂളുകളിലും പോയി ആ സ്കൂളിൽ ഇങ്ങനെ, അതായത് ഒരു സർക്കുലർ താഴേക്ക് കൊടുത്തിരിക്കുന്നു, ആ സർക്കുലർ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കല്ല. അത് അവിടെ നിന്ന് താഴേക്ക് അതിനൊരു സിസ്റ്റം താഴേക്ക് നിൽക്കുന്നുണ്ട്. അതിലെന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്, എല്ലാ വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ പറയുന്ന AEOയോ DEOയോ ഒക്കെ ഈ സ്കൂളുകളിൽ വിസിറ്റ് ചെയ്ത് അവിടെ എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് പരിശോധന നടത്തുന്നുണ്ടല്ലോ. അതിലെന്താണ് റിപ്പോർട്ടുള്ളത്? അവിടെ അവർക്കൊരു വീഴ്ച സംഭവിച്ചില്ല. 10 വർഷമായിട്ട് അവിടെ ഈ വൈദ്യുതി കമ്പി പോകുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. രണ്ടാമത് അവിടെ ഈ KSEB, എങ്ങനെയാണ് KSEBക്ക് ഈ 10 വർഷമായിട്ടും ഇതിന് കാത്തിരിക്കാൻ കഴിയുക? KSEBക്ക് അവർക്കറിയാമല്ലോ ഇതൊരു സ്കൂളിൻ്റെ മുകളിൽ കൂടെ ഈ മട്ടിൽ പോകാവുന്നതാണോ എന്ന്. അടുത്ത കാലത്ത് KSEB അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിൽ കൂടി അത് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്ത സംഗതി തന്നെയായിരുന്നു. അവിടുത്തെ PTA, ഇപ്പോൾ ഈ രക്ഷകർത്താക്കളെല്ലാം അടങ്ങുന്ന PTA, ആ PTAക്ക് ഇതിൽ വീഴ്ച വന്നിട്ടില്ലേ? ഈ സാധാരണ നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു സ്കൂളുകളിലെ PTA എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും പ്രത്യേകിച്ച് വളരെ പവർഫുള്ളാണ്. അവരിതിനകത്ത് യഥാസമയത്ത് ഇടപെട്ടിട്ടില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റേത് മാനേജ്മെൻറ്റുകളിലേക്കാൾ പ്രത്യേകതയുള്ളതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിന്. രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളാണ്, പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന മെമ്പർമാരാണ്, അവരൊക്കെയാണ് ഇതിൻ്റെ ഭരണനിർവഹണത്തിലുള്ളത്. അവർക്ക് വീഴ്ച സംഭവിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ സിസ്റ്റത്തിന് അടി മുതൽ മുടി വരെ വീഴ്ച സംഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്? ഇപ്പം ശിവൻകുട്ടിയാണ് ഇതിന് കുറ്റക്കാരൻ എന്ന മട്ടിലല്ല പറയുന്നത്, പക്ഷേ ശിവൻകുട്ടിയാണ് ഇതിന് നേതൃത്വം നൽകുന്ന മന്ത്രി. അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രതികരിക്കുമ്പോൾ ഇന്നലെയും ഇന്നും, അതാണ് ഇന്നലെ നമ്മളിത് ചർച്ച ചെയ്തതാണ്, ഇത് രാഷ്ട്രീയമാക്കരുത്, രാഷ്ട്രീയം പറയരുത് എന്ന്. ഇത് രാഷ്ട്രീയമായി ഇതിനെ ഒരു ആരോപണമായി വരും, അതിനെ പ്രതിരോധിക്കേണ്ടതാണ് എൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്നുള്ള ഇന്നലത്തെ ആലോചനയിൽ നിന്ന് ഇന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരം. വേറൊന്ന്, ഇപ്പോൾ മിനിസ്റ്റർ ചിഞ്ചുറാണി സ്വാഭാവികമായും കൊല്ലക്കാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞതാണെന്നൊക്കെ ചിലർ വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഒരിക്കലും ഇങ്ങനെ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങളെ കാണേണ്ടത്. മാത്രമല്ല അതിനുശേഷം അവർ വന്നിട്ടൊരു സൂംബ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ പോലെയല്ല കമ്മ്യൂണിക്കേഷൻ. പണ്ട് ഉള്ള മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിമാരോ ഒരു ദുരന്ത സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് അടുത്ത സ്ഥലത്ത് എന്താ ചെയ്യുന്നതെന്ന് ആരും അറിയുന്നില്ല. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? സ്വാഭാവികമായും അവരെല്ലായ്പ്പോഴും ഇനി ആ ഒരു ദുരന്തം കണ്ടതുകൊണ്ട് അതിൻ്റെ ഷോക്കിൽ അങ്ങ് ആദ്യന്തം പോകണം എന്നൊന്നുമല്ല. അവർ ഭരണനിർവഹണം നടത്തുന്ന ഒരു മിനിസ്റ്ററാണ്. അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകണം. ഈ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ, അടുത്ത കാര്യങ്ങൾ നടക്കണമല്ലോ, ഈ സംസ്ഥാനം മുമ്പോട്ട് ചലിക്കണം, അതിന് വേണ്ട കാര്യങ്ങളുമായിട്ട് പോകണം. സ്വാഭാവികമാണ്, അതൊക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പണ്ടത്തെ പോലെയല്ല. കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് അവരുടെ ആ പ്രതികരണവും അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള സൂംബയും കൂടിയാണ് പ്രചരിക്കുന്നത് എന്നുള്ള ഒരു ബോധം സ്വാഭാവികമായും ഇവർക്കൊക്കെ ഉണ്ടാവണം. കാരണം അപ്പോൾ അത് ആ രാഷ്ട്രീയ ആരോപണമായി തന്നെ ഇത് പോവേണ്ടതുണ്ട് എന്നും ഇതിനൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ മറുപടി പറയേണ്ടതെന്നും ഉണ്ട് എന്നും ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായി ഈ പ്രതികരണങ്ങളും ഈ കാഴ്ചകളും ഒക്കെ. അത്രയേ ഉള്ളൂ അക്കാര്യത്തിൽ പറയാൻ. അതായത് ഇതിനകത്ത് രാഷ്ട്രീയക്കാർ ഇൻസെൻസിറ്റീവ് ആകുന്നത്, രാഷ്ട്രീയക്കാർ ഏറ്റവും മോശം രാഷ്ട്രീയക്കാരാകുന്നത് അവർ ഇൻസെൻസിറ്റീവ് ആകുമ്പോഴാണ്. അതായത് അത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഇന്ന് വീണ്ടും ഈ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട എന്ന് കരുതിയതാണ്. ഹർഷൻ അത് പറയുകയും ചെയ്തു. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയാനല്ല ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനടിയുള്ള നേരത്തെ ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. ചിഞ്ചുറാണീൻ്റെ കാര്യം പറയേണ്ടതില്ല. അതുവരെ ഇപ്പോൾ എനിക്ക് നാക്കുപിഴ വന്നതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ ന്യായീകരണം, പിന്നെ നമ്മളൊരാളെ ഇങ്ങനെ വീണ്ടും മാപ്പ് പറഞ്ഞതിന് ശേഷവും നമ്മൾ പിന്നാലെ ചെന്ന് കാര്യങ്ങൾ പറയരുതല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇൻസെൻസിറ്റീവായ രാഷ്ട്രീയക്കാരാകുമ്പോൾ അവരേറ്റവും മോശം രാഷ്ട്രീയക്കാരാവും. ഏറ്റവും മോശം രാഷ്ട്രീയക്കാരാൽ ഭരിക്കപ്പെടുന്ന നാട് വലിയ അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും ചെന്നെത്തും. ഇതിനകത്ത് ഇപ്പോൾ ഈ PTA കാര്യം ഹർഷം പറഞ്ഞുകൊണ്ട് ഞാനതിൽ കൂടുതലൊന്നും പറയുന്നില്ല. PTA പ്രസിഡന്റിനൊന്നും കാണാനേ ഇല്ല. അതായത് ഇതിൻ്റെ മുകളിലൂടെ ഒരു മരണ ഊഞ്ഞാലായിട്ട് ഇങ്ങനെ ഈ കാര്യം കിടക്കുമ്പോൾ, അതും 10 വർഷത്തിലേറെയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരാൾക്ക് പോലും അത് തോന്നിയില്ല ഇത് കുഴപ്പത്തിലാണ്, ഇത് ചെയ്യണം എന്ന് ആർക്കും തോന്നുന്നു.
തോന്നിയിട്ടില്ല. ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗം വളരെ മെച്ചപ്പെട്ടതാണ്, നമ്മുടെ സർക്കാർ സ്കൂളുകൾ വളരെ മെച്ചപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഇങ്ങനൊരു പ്രശ്നം അവിടെയുണ്ട് എന്നത് ആരുടെയും തലയിൽ പോയിട്ടില്ല എന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പോലും പല ആളുകളും പല രാഷ്ട്രീയക്കാരും പരസ്യമായിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് പറയുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടേത് എന്നല്ല, ഇതൊക്കെ ഒരു നാട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ, ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കില്ലേ എന്ന തോന്നൽ ആളുകൾ പങ്കുവെക്കുന്നുണ്ടാകണം. പക്ഷേ അത് അതിനിശിതമായിട്ട് നിഷേധിച്ച് കളയേണ്ടതാണ് അത്തരം ചിന്ത സ്വന്തം മനസ്സിലാർക്കെങ്കിലും വന്നാൽ. കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഇത് ഒഴിവാക്കാനാകുമായിരുന്ന മരണമാണ്. അതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ, ഇത് ഒഴിവാക്കാനാകുമായിരുന്ന മരണമാണ്. അതായത് അങ്ങനെ സംഭവിക്കാനേ പാടില്ലായിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഇത്രമാത്രം സ്കൂളുകളുണ്ടല്ലോ, സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും മറ്റ് പ്രൈവറ്റ് സ്കൂളുകളും ഒക്കെ ആയിട്ട് ഇത്രമാത്രം ചെറിയ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളുകളുണ്ടല്ലോ. അവിടെ അവരുടെ ദേഹത്തേക്ക് വീഴാൻ പാകത്തിന് നിൽക്കുന്ന എന്തെങ്കിലും ഭാരമുള്ള വസ്തു അത് അവിടെ നിന്ന് മാറ്റിവെക്കണവരെ, അവർ ചെന്ന് വീഴാനിടയുള്ള എന്തെങ്കിലും ഒരു ചെറിയ കുഴി അവിടെ ഉണ്ടെങ്കിൽ അതിനും അവിടെ ഉണ്ടോ എന്ന് ഓരോ സ്കൂളുകളും പരിശോധന നടത്തണം. ഈ സ്കൂളിലേക്കൊരു പാമ്പിഴഞ്ഞ് കയറാൻ എത്രമാത്രം സാഹചര്യമുണ്ട് എന്ന് ഓരോ സ്കൂളുകാരും പരിശോധിക്കണം. ഈ മഴക്കാലത്ത് ഇതിനകത്ത് ഇഴജന്തുക്കൾ കയറി വരുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും രാവിലെ അവിടെ പരിശോധിക്കണം. കുഞ്ഞുങ്ങളാണ്, ഭാവിയിലേക്ക് ജീവിക്കാനുള്ള കുഞ്ഞുങ്ങളാണ്, അതും ഏത് വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ അന്യദേശത്തേക്ക് പോയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ട് അന്യദേശത്തേക്ക് പോയിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, അവരുടെ ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ഇവരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൊണ്ടു നടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ. ഈ PTA പ്രസിഡന്റുമാരായിരിക്കുന്ന, PTA ഇരിക്കുന്ന, ഈ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്ന, ഇത്തരം മന്ത്രിമാരിരിക്കുന്ന, ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പെട്ടുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന, ഈ ഭരണസമിതിയൊക്കെ ഇരിക്കുന്ന ഈ സ്കൂളുകളിലേക്ക് വരുന്നത് എന്ന് ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. ഒരാൾക്ക് കൂടി അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് നിശ്ചയമായിട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്നേ ഉള്ളൂ. അതിനുവേണ്ട കാര്യങ്ങൾ ആളുകൾ ചെയ്യുക എന്നേ ഉള്ളൂ. സർക്കാരിനും സ്കൂളിനും സംവിധാനങ്ങൾക്കും ന്യായം പറഞ്ഞൊഴിഞ്ഞു മാറാവുന്നതല്ല ഈ ദുരന്തം. സർക്കാർ വകുപ്പുകളുടെയും സ്കൂൾ അധികൃതരുടെയും ഗുരുതര അനാസ്ഥക്കിരയായതാണ് മിഥുൻ എന്ന കുരുന്നിൻ്റെ ജീവൻ. വകുപ്പ് നൽകിയ സർക്കുലർ താഴെത്തട്ടിൽ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സംവിധാനത്തിനാകണം. സ്കൂൾ മാനേജ്മെൻറ്റും അധികൃതരും അപകട സാധ്യത കാണേണ്ടതായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3-4 ആളുകൾക്കെതിരെ പേരിന് നടപടിയെടുത്ത് തടി തപ്പി തീർത്ത് കളയരുത് ഈ വിഷയം. 13 വയസ്സ് മാത്രമുള്ളൊരു കുരുന്നിൻ്റെ ജീവൻ പോയ സംഭവം അത്രയേറെ ഗൗരവത്തിൽ സംവിധാനങ്ങൾ എടുക്കുമെന്ന് കരുതാം. ഇനി ഈ വിധം ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഉണ്ടാകണമെന്ന് RDX ആവശ്യപ്പെടുന്നു. ഉത്തരവാദികളായവർക്കെതിരെ മാതൃകാപരമായ കർശനമായ നടപടിയും.